നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 63 സർഗത്തിലെ 37 തുടങ്ങി 52 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ദശരഥ മഹാരാജാവിൻ്റെ അമ്പേറ്റ കുമാരൻ പിന്നെയും തൻ്റെ സങ്കടം രാജാവിനോട് ഉണർത്തിക്കുകയാണ്. ബ്രാഹ്മണ സമാനനായ ആ കുമാരൻ. ശ്ലോകം 37 തുടങ്ങി 44 വരെയുള്ളത് ചൊല്ലാം. 37 തുടങ്ങി 44 വരെയുള്ള ശ്ലോകങ്ങൾ. പാംസു ശോണിതദിഗ്ധാംഗം ശയാനം ശല്യപീഡിതം സാമുദ്വീക്ഷനേത്രാഭ്യാം ത്രസ്തമസ്വസ്ഥചേതനം ഇത്യുവാച വചക്രൂരം ദിദക്ഷന്നിവ തേജസാ കിം തവാപകൃതം രാജൻ വനേ നിവസതാ മയാ. ജിഹൂർഷുരംഭോ ഗുരുവർത്ഥം യദഹം താഡിതസ്ത്വയാ ഏകേന ഖലു ബാണേന മർമ്മണ്യഭിഹതേ മയി. ദ്വാവന്ധൗ നിഹതൗ വൃദ്ധൗ മാതാ ജനയിതാ ച മേ തൗ നൂനം ദുർബലാവന്ധൗ മത്പ്രതീക്ഷൗ പിപാസിതൗ. ചിരമാശാകൃതാം കഷ്ടം തൃഷ്ണാം സംധാരയിഷ്യതഃ ന നൂനം തപസോ വസ്തി ഫലയോഗശ്രുതസ്യ വാ. പിതാ യന്മാം ന ജാനീതേ ശയാനം പതിതം ഭുവി ജാനന്നപി ച കിം കുര്യാദ് അശക്താച്ഛാ പരിക്രമഃ. ദിഭ്യമാനമിവാശക്തസ്ത്രാതുമന്യോ നഗോ നഗം പിതൃസ്ത്വമേവ മേ ഗിത്വാ ശീഘ്രമാവക്ഷ്വരാഘവ. ന ത്വാമനുദഹേത് ക്രുദ്ധോ വനമഗ്നിരിവൈധിതഃ ഇയമേകപദീ രാജൻ യാതോ മേ പിതുരാശ്രമഃ. 37 തുടങ്ങി 44 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി 37, 38 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം പറയാം. സമാമുദ്വീക്ഷനേത്രാഭ്യാം ത്രസ്തമസ്വസ്ഥചേതനം ഇത്യുവാച വചക്രൂരം ദിദക്ഷന്നിവ തേജസാ കിം തവാപകൃതം രാജൻ വനേ നിവസതാ മയാ. 37, 38 ശ്ലോകങ്ങളുടെ അർത്ഥം. ആ പ്രദേശത്തേക്ക് പോയപ്പോൾ സരയൂ തീരത്തിൽ അമ്പേറ്റ ഹതനായി ജടാഭാരം അഴിഞ്ഞുലഞ്ഞ് പൊടിയും രക്തവും പുരണ്ട ദേഹത്തോടെ മറിഞ്ഞുപോയ
വെള്ളക്കുടത്തിൻ്റെ അടുത്ത് അമ്പു തറച്ചതിൻ്റെ നോവ് കൊണ്ട് പിടയുന്ന ഒരാളെ കണ്ടു. ദശരഥൻ കണ്ടു. അദ്ദേഹം അസ്വസ്ഥചേതനനായി പേടിച്ചു വിറയ്ക്കുന്ന എന്നെ 2 കണ്ണും തുറിച്ച നിലയിൽ നോക്കിക്കൊണ്ട് സ്വതേജസ്സുകൊണ്ടെന്നെ ദഹിപ്പിക്കും മട്ടിൽ ഇപ്രകാരം കടുപ്പപ്പെട്ട വാക്കുകൾ പറഞ്ഞു. രാജാവേ, വെറും കാട്ടിൽ കിടക്കുന്ന ഈ ഉള്ളവൻ അങ്ങേക്ക് എന്തു പിഴയാണ് ചെയ്തത്? ശ്ലോകം 39. ജിഹൂർഷുരംഭോ ഗുരുവർത്ഥം യദഹം താഡിതസ്ത്വയാ ഏകേന ഖലു ബാണേന മർമ്മണ്യഭിഹതേ മയി. ശ്ലോകം 39ൻ്റെ അർത്ഥം: ഗുരുജനങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ വന്ന എൻ്റെ മർമ്മത്തിൽ വന്ന് തറച്ച ഒരമ്പ് കൊണ്ട് എന്നെ നിഹനിച്ചത് താങ്കളാണല്ലോ. അതെന്തിനായിരുന്നു? 40-41 ശ്ലോകങ്ങൾ. ദ്വാവന്ധൗ നിഹതൗ വൃദ്ധൗ മാതാ ജനയിതാ ച മേ തൗ നൂനം ദുർബലാവന്ധൗ മത്പ്രതീക്ഷൗ പിപാസിതൗ. ചിരമാശാകൃതം കഷ്ടം തൃഷ്ണം സംധാരയിഷ്യതഃ സ നൂനം തപസോ വസ്തി ഫലയോഗശ്രുതസ്യ വാ. 40-41 ശ്ലോകങ്ങളുടെ അർത്ഥം: എൻ്റെ വൃദ്ധരും അന്ധരുമായ മാതാപിതാക്കൾ ഇതോടെ കഥ കഴിഞ്ഞവരായി. അവർക്കിനി ആരും ആശ്രയമില്ലാത്തവരായി. ദുർബലരും അന്ധരും ദാഹിച്ചു വലയുന്നവരുമായ അവർ എന്നെ പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുന്നു. ഏറെ നേരമായി വെള്ളത്തിന് കാത്തുകാത്തിരിക്കുന്ന അവർ ദാഹം എത്ര നേരം സഹിക്കും? തപസ്സിനോ ജ്ഞാനത്തിനോ ഒരു ഫലവും ഇല്ല തന്നെ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് അവർ അത്രമാത്രം തപസ്സുകളും ജ്ഞാനമുള്ളവരുമായിരുന്നല്ലോ, എന്നിട്ടും ഇതായിരുന്നു അവർക്ക് ഫലമായി കിട്ടിയത്. ശ്ലോകം 42. പിതാ യന്മാം ന ജാനീതേ ശയാനം പതിതം ഭുവി ജാനന്നപി ചക്കിം കുര്യാദശക്തച്ഛാ പരിക്രമഃ. 42ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഞാനിവിടെ ഭൂമിയിൽ വീണ് കിടക്കുകയാണെന്ന് എൻ്റെ പിതാവിന് അറിയില്ല. അറിഞ്ഞാലും അവർ എന്തു ചെയ്യാനാണ്? ബലമില്ലാത്തവരും നടക്കാനാവാത്തവരുമാണല്ലോ അവർ. ശ്ലോകം 43. ഭിദ്യമാനമിവാശക്തം സ്ത്രാതുമന്യോ നവോ നഗം പിതൃസ്ത്വമേവ മേ ഗത്വാ ശീഘ്രമാചക്ഷ്വരാഘവ. ശ്ലോകം 43ൻ്റെ അർത്ഥം: വെട്ടിമുറിക്കപ്പെടുന്ന ഒരു മരത്തെ സഹായിക്കാൻ മറ്റൊരു മരത്തിനാവില്ലല്ലോ. അങ്ങനെ വെട്ടിമുറിക്കപ്പെടുന്ന മരത്തിൻ്റെ സമാരനാണല്ലോ ഇപ്പോൾ ആ അച്ഛനും മകനും. എന്ത് ചെയ്യാനാണ്? എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അല്ലയോ രാജാവേ, താങ്കൾ തന്നെ വേഗം പോയി വിവരം പറയുക. ശ്ലോകം 44. നത്വാമനുദഹേത് ക്രുദ്ധോ വനമഗ്നിരിവൈധിതഃ ഇയമേകപദീ രാജൻ യാതോ മേ പിതുരാശ്രമഃ. ശ്ലോകം 44ൻ്റെ അർത്ഥം: കാട്ടുതീ കാടിനെ എന്ന പോലെ അദ്ദേഹം ക്രോധാഗ്നിയിൽ താങ്കളെ ദഹിപ്പിക്കാതിരിക്കട്ടെ. ഇതാ, ഈ ഒറ്റയടിത്താരയിലൂടെ പോയാൽ എൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിലെത്തും. ഇനി 45 തുടങ്ങി 48 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയാം. തം പ്രസാദയ ഗത്വാ ത്വം നത്വാ സംകുപിതശവേദ വിശല്യം കുരു മാം രാജൻ മർമ്മേ മേ നിശിതശരഃ. രുണദ്ധി മൃദുസോത്സേഹം തീരമംബുരയോ യഥാ സശല്യക്ലിശ്യതേ പ്രാണൈർ വിശല്യോ വിനശിഷ്യതേ. ഇതി മാമവിശച്ചിന്ത തസ്യ ശല്യാപകർഷണേ ദുഃഖിതസ്യ ച ദീനസ്യ മമ ശോകാതുരസ്യ ച. ലക്ഷയാമാസ സ ഋഷിച്ഛിന്താ മുനിസുതസ്തദാ താമ്യമാനം സമാം കൃച്ഛാദ് ഉവാച പരമാർത്ഥവേദ്. 45 തുടങ്ങി 48 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം:
അങ്ങ് പോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക, എൻ്റെ അച്ഛനെ ആശ്വസിപ്പിക്കുക. ക്രോധിച്ച് അങ്ങയെ അദ്ദേഹം ശപിക്കാതിരിക്കട്ടെ. കൂർത്ത അമ്പ് എൻ്റെ മർമ്മം പിളർക്കുന്നു. വെള്ളക്കുത്ത് മണൽത്തിട്ടയെ കരണ്ടില്ലാതാക്കും പോലെ ഇതെന്നെ കൊല്ലുന്നു. അമ്പ് ഊരിയില്ലെങ്കിൽ പ്രാണനെ അത് ഞെരുക്കും. അമ്പൂരിയാൽ ഉടനെ മരണം സംഭവിക്കും. ഈ ചിന്ത എന്നെ പിടികൂടി, അതായത് ദശരഥനെ പിടികൂടി. അല്ലെങ്കിൽ അത്രയും നേരം ആ കുമാരൻ വേദന സഹിച്ചു പിടയണ്ടയോ? ദുഃഖിതനും പരിദീനനും ശോകാതുരനുമായ എൻ്റെ ചിന്തയെ ആ ഋഷി മനസ്സിലാക്കി. മിണ്ടാൻ വിഷമിച്ചുകൊണ്ട് അധികം തളർന്നുകൊണ്ടും ഞെളിവിരിക്കൊണ്ടും ചേഷ്ടയറ്റ പോലെയും തത്വജ്ഞനായ അദ്ദേഹം പറഞ്ഞു. ശ്ലോകം 49. സീതമാനോ വിവൃത്താംഗോ വേഷ്ടമാനോ ഗതക്ഷയം സംസ്തഭ്യ ശോകം ധൈര്യേണ സ്ഥിരചിത്തോ ഭവാമ്യഹം. ശ്ലോകം 49 അർത്ഥം: ഞാൻ ധൈര്യത്തോടെ ശോകം അടക്കുന്നു, സ്ഥിരചിത്തനായിരിക്കുന്നു ഇപ്പോൾ. കുമാരൻ പറയുകയാണ്. ശ്ലോകം 50. ബ്രഹ്മഹത്യാകൃതം പാപം ഹൃദയാദപനീയതാം ന ദ്വിജാതിരഹം രാജൻ മാ ഭൂത്തേ മനസോ വ്യഥാം. ശ്ലോകം 50 അർത്ഥം: മനസ്സിൽ നിന്ന് ബ്രഹ്മഹത്യാ പാപത്തെക്കുറിച്ചുള്ള പേടി കളഞ്ഞാലും ഞാൻ ബ്രാഹ്മണനല്ല രാജാവേ, അതോർത്ത് വ്യഥ ഉണ്ടാകേണ്ടതില്ല. ശ്ലോകം 51. ശൂദ്രയാമസ്മി വൈശ്യേന ജാതോ നരവരാധിപ ഇതീവ വദത കൃച്ഛാത് ബാണാഭിഹതമർമ്മണഃ. രാജാവേ, വൈശ്യന് ശൂദ്ര സ്ത്രീയിലുണ്ടായ പുത്രനാണ് ഞാൻ. ഇത്രയും പണിപ്പെട്ടു പറഞ്ഞ മുനിയുടെ മർമ്മത്തിൽ നിന്നും ദശരഥൻ ബാണം ഊരി. ശ്ലോകം 52. വിഘൂർണതാ വിചേഷ്ടസ്യ വേപമാനസ്യ ഭൂതലേ തസ്യ ത്വാദാമ്യമാനസ്യ തം ബാണമഹമുദ്ധരം സമാമുദ്വീക്ഷ സന്ത്രസ്തോ യഹോ പ്രാണാംസ്തപോധന. ശ്ലോകം 52 അർത്ഥം: നിലത്ത് മണ്ണുപുരണ്ട വിറച്ചും ചേഷ്ടയില്ലാത്തവനെപ്പോലെയും കിടന്ന് വിഷമിക്കുന്ന അദ്ദേഹത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് അമ്പൂരിയപ്പോൾ ഉടൽ നടുങ്ങി വിറച്ചും കൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് തപോധനൻ പ്രാണൻ വെടിഞ്ഞു. 63 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം. 53 ശ്ലോകം: ജലാർദ്രഗാത്രം തു വിലപ്യ കൃച്ഛം മർമ്മം വ്രണം സന്തതുമുച്ഛ്വസന്തം തതസരയ്വാം ത്വമഹം ശയാനം സമീക്ഷ്യ ഭദ്രോ സുഭൃശം വിഷണ്ണഃ. നിലവിളിച്ചും കൊണ്ട് ഇടവിടാതെ നെടുവീർപ്പിട്ടും കൊണ്ട് നനഞ്ഞൊട്ടിയ ദേഹത്തോടെ സരയൂതീരത്തിൽ കിടക്കുന്ന ആ കാഴ്ച അല്ലയോ ഭദ്രേ, എന്നെ എന്തെന്നില്ലാതെ വിഷണ്ണനാക്കി. കൗസല്യയോടാണല്ലോ ഇതൊക്കെ പറയുന്നത്, ദശരഥൻ്റെ ഈ പാപത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. ഈ മുനികുമാരനും പിതാക്കളും തപസ് ചെയ്യുന്നവരാണല്ലോ, മഹർഷി എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ബ്രാഹ്മണരൊട്ടല്ലതാനും. വൈശ്യന് ശൂദ്ര സ്ത്രീയിൽ പിറന്നവനാണ് കുമാരൻ. ഒരു കാര്യം നോക്കാം. ദശരഥൻ്റെ കാലത്ത് ഇവരുടെ തപസ് അധർമ്മമല്ലെങ്കിൽ രാമൻ്റെ കാലത്ത് ശംഭൂകൻ എന്ന ശൂദ്രൻ്റെ തപസ് അധർമ്മമാവുന്നതെങ്ങനെ? ഇങ്ങനെ ശൂദ്രരുമൊക്കെ തപസ് ചെയ്താൽ അധർമ്മമാണെന്ന് അന്നൊരു ചൊല്ലുണ്ടായിരുന്നല്ലോ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.